മാരുതി ടൊയോട്ട കൂട്ടുകെട്ടിൽ പിറന്ന അവരുടെ അഞ്ചാമത്തെ മോഡലായ ടൊയോട്ട ടേസറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ടേസർ നിങ്ങൾക്കറിയാം, സുസുക്കി ഫ്രോൺസിൻ്റെ ഒരു റീബാഡ്ജ് വെർഷനാണ് ടൊയോട്ട ടേസർ. അപ്പോൾ എന്തുകൊണ്ടൊരു സുസുക്കി ഫ്രോൺസ് മാറ്റി നിർത്തി ഒരു ടൈസർ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ ഒരു ലോഗോ, ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു ട്രസ്റ്റ് ഒക്കെ തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ടൊയോട്ട ടേസറിൽ നിന്ന് അടുത്ത് പരിചയപ്പെടാം. ഡിസൈൻ വൈസ് നമ്മൾ നോക്കാൻ നേരത്ത് വളരെ ചെറിയ മാറ്റങ്ങളെ ഫ്രോൺസും ടൈസറുമായിട്ടുള്ളൂ. മെയിനായിട്ട് ഈ ഗ്രില്ലിലുള്ളൊരു വ്യത്യാസം തന്നെയാണ്. ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റി ഒരു ടൊയോട്ട ഹൈറൈഡറിൻ്റെ ഒരു ഫേസ് കട്ടൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം ഈ ഒരു DRL യൂണിറ്റാണ്. നമ്മൾ ടൈസറിൽ എങ്ങനെ കണ്ടോ അല്ലെ ഹൈറൈഡിൽ എങ്ങനെ കണ്ടോ അതേ സെറ്റപ്പിൽ തന്നെയാണ് ടൈസറിലും കാണുന്നത്. ഫ്രോൺസിന് കുറെ കൂടി ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ഫേസ് കട്ടാണെങ്കിൽ ടൈസറിലോട്ട് വരുമ്പം നമ്മുടെ ഹൈറൈഡറിൻ്റെ അതേ ഒരു ഫേസ് കട്ടാണ്. അപ്പം ഹൈറൈഡർ എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും പരിഗണിക്കാൻ പറ്റിയൊരു മോഡലാണ് ടൊയോട്ട ടൈസർ. ടൊയോട്ടയുടെ ലൈനപ്പ് ഇട്ട് തന്നെ നമുക്ക് ഇതിനെ കമ്പാരിസൺ ചെയ്യാം. കാരണം മറ്റുള്ള ബ്രാൻഡിലോട്ടല്ലേ ഒരു റീബാഡ്ജ് വെർഷൻ ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ, നമ്മൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഇതൊരു ഗ്ലാൻസർ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന ഒരു ക്രോസ് ഓവർ SUV ആയിട്ട് നമുക്ക് ടൊയോട്ട ടൈസറിനെ കാണാം. 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്, 3 ട്രാൻസിഷൻ ഓപ്ഷൻസും വരുന്നുണ്ട്. എഞ്ചിൻ ഓപ്ഷൻ ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ വിത്ത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കൊരു 1.2 നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ, അതിലൊരു 5 സ്പീഡ് AMDയും ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ലഭിക്കുന്നത്. ടെർബോയിൽ നമുക്കൊരു 5 സ്പീഡ് മാനുവലും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉള്ളത്. ഫ്രോൺസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് 5 വേരിയൻസ് ആണ് വരുന്നത്. S+ ആയിരിക്കും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും അല്ല നമ്മൾ അധികം റോഡിൽ കാണാൻ പോകുന്നൊരു വേരിയൻറ്റ് S+ ആയിരിക്കും. കാരണം അതാണ് ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രൈസിങ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മോഡലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് ധാരാളം ഫീച്ചേഴ്സും വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ഇൻറ്റീരിയർ സ്പേസും കംഫർട്ട് ലെവലൊക്കെ ഒന്നും ഒരു രക്ഷയില്ല എന്നാണ് പറയേണ്ടത്. നമ്മൾ വീണ്ടും ഡിസൈൻ വൈസ് കിടക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ഗ്രില്ലിലും DRL യൂണിറ്റിലൊക്കെയാണ് കാര്യമായിട്ടും ഫ്രോൺസുമായിട്ട് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ആ വാഹനം എടുക്കാം. നിങ്ങൾക്ക് ടൊയോട്ടയുടെ ബ്രാൻഡിങ്ങിൽ വരുന്നതാണോ സുസുക്കിയുടെ ബ്രാൻഡിങ്ങിൽ വരുന്നതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. രണ്ടും ബേസിക്കലി ഒരു വാഹനം തന്നെയാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാം ഫ്രോൺസുമായിട്ട് യാതൊരു മാറ്റവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. ആ അലോയുടെ ഡിസൈനിൽ വന്ന ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ടൊയോട്ടയുടെ ലോഗോയും അലോയിലിൻ്റെ നടുഭാഗത്തായിട്ട് കാണാം. സൈഡ് പ്രൊഫൈലിലാണ് ശരിക്കും ഒരു കൂപ്പേ ഡിസൈൻ്റെ ഒരു ഭംഗി നമ്മൾ ഈ വാഹനം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്രോസ് ഓവർ SUV. അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മളിപ്പം അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗട്ടർ റോഡിൽ കൂടിയും ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പം അടിയൊന്നും തട്ടുന്ന പ്രശ്നമൊന്നും കാണിച്ചില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കേരളത്തിൻ്റെ റോഡ് കണ്ടീഷന് പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. വശങ്ങളിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ORVയും കാണാം, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. അത് നമ്മൾ ഗ്ലാൻസിൽ കണ്ടത് തന്നെയാണ്. അത്യാവശ്യം ചെറിയ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ വശത്ത് വരുമ്പോൾ നല്ല ബൾജിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ടിൻഡഡ് ഗ്ലാസ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. ഒരു റൂഫ് റെയിലും കമ്പനി കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടൊയോട്ട ടൈസറിൻ്റെ റിയർ സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതും കമ്പനി ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കൂപ്പേ ഡിസൈനോട് എന്തുകൊണ്ടും മാച്ചായി നിൽക്കുന്ന രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട്, 2 എഞ്ചിൻ ഓപ്ഷൻസ്, ഇത്രയും ഫീച്ചേഴ്സ്, വീൽ ബേസ്, ഇപ്പോൾ നമ്മളൊരു ഈ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് കോമ്പാക്ട് SUVs ധാരാളം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു കോമ്പാക്ട് SUV എടുക്കാതെ എന്തുകൊണ്ട് ഈ ഒരു ക്രോസ് ഓവർ SUV എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് 2520 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഇത്രയധികം വീൽ ബേസും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന് ഹാച്ച് ബാക്കിൻ്റെ കംഫർട്ടും, 2 ഒരു SUVയുടെ പർപ്പസും, 2 മീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഫ്രോൺസ് വളരെ പെട്ടെന്ന് തന്നെ 1 ലക്ഷം യൂണിറ്റാണ് നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഒരു വർഷം കൊണ്ട്. അപ്പോൾ അതൊരു റെക്കോർഡ് കണക്കാണ്. അപ്പോൾ ഇനി ആ റെക്കോർഡ് വീണ്ടും തിരുത്തി കുറിക്കാനല്ല, ആ ഫ്രോൺസിൻ്റെ ഒരു അത്രയും ധാരാളിത്തമായിട്ടുള്ളൊരു ഇറക്കം കാരണം ഒന്ന് വെറൈറ്റി അല്ല, ഒന്ന് ഔട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പുതിയ ടൈസർ എടുക്കാം. ടൈസറിൻ്റെ ആ ഒരു റിയർ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രോൺസുമായിട്ടുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ഈ ഒരു ടെയിൽ ലാമ്പിന് ഉള്ളിലുള്ള ഒരു ഇലിമിനേഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് ഭംഗിയായിട്ടുണ്ട്. LED റിവേഴ്സ് ലാമ്പാണ് വരുന്നത്, അതും വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഫ്രോൺസിന് ഈ വേരിയൻറ്റ് ബാഡ്ജിങ് ഒന്നുമില്ല. പക്ഷേ ടൊയോട്ടയിലോട്ട് വരുമ്പോൾ V എന്ന് ഫുൾ ഓപ്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ്ങും, നിയോ ഡ്രൈവ് ഈ ഒരു ടെർബോ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ്ങും നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. തീർന്നിട്ടില്ല, ഇവിടെ അർബൻ ക്രൂയിസർ ടൈസർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. വേറെ ഡീഫോഗർ, റിയർ വൈപ്പർ, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർഫിൻ ആൻറ്റിന, റൂഫ് റെയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ബൂട്ട് സ്പേസും കൂടി ഒന്ന് കാണാം. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ എടുക്കാനും വെക്കാനും കുറച്ച് പാടാണ്. അപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കൊടിയൊക്കെ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ കൊള്ളാം. എന്തായാലും ഇന്ന് രാവിലെ നമ്മുടെ ആലപ്പുഴ കൊമ്മാടിയിലുള്ള നമ്മുടെ ടൊയോട്ടയുടെ ചെറിയൊരു ഔട്ട്ലെറ്റിൽ വെച്ച് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ നമുക്ക് കുറച്ച് തിരക്ക് കൊണ്ട് അങ്ങ് എത്താൻ പറ്റിയില്ല. എല്ലാ വാഹനവും ടൊയോട്ട ലൈനപ്പിലുള്ള എല്ലാ വാഹനവും ഉപയോഗിച്ച് അവിടെ ഒരു റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തോ എത്താൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്റീരിയറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം.
ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ടൊയോട്ട ടൈസർ തന്നെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഗ്ലാൻസഡ് ഇന്റീരിയറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രം എന്നാണ് നമ്മളോട് എക്സിക്യൂട്ടീവ് പറഞ്ഞത്. അപ്പോൾ അതെ, ഈ ഒരു സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കണ്ണിൽ പെട്ടില്ല. ബാക്കി ഓട്ടോ ക്ലൈമറ്റ്, AC, 9-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, മീറ്റർ കൺസോൾ, സ്റ്റിയറിംഗ് വീല്, ഹാൻഡ് റെസ്റ്റ്, സീറ്റ്, മൊത്തത്തിലാണ് നോക്കാൻ നേരത്തും ഗ്ലാൻസ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാറ്റം ഈ ഒരു കളർ ഡിഫറൻസ് മാത്രമാണ്. അതൊരു ബീജ് ബ്ലാക്ക് കോമ്പിനേഷനാണ്, ഇതൊരു ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കമ്പനി ഡിസൈൻ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രീമിയം എന്ന് നമുക്ക് ഒറ്റ വാക്കി വിളിക്കാവുന്ന ഒരു ഇന്റീരിയറാണ്. ഒരു രക്ഷയില്ല. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒരു ലോഗോ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ലിൽ ഞാൻ ശ്രദ്ധിച്ചു, ബാക്കിൽ ശ്രദ്ധിച്ചു, പക്ഷെ പറയാൻ വിട്ടുപോയി. അതൊക്കെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെർബോ ചാർജ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പാരൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. നമുക്ക് ഡ്രൈവിന്റെ സമയത്ത് പറയാം. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ടും പറയാൻ വിട്ടുപോയത് 360 ക്യാമറ. നമ്മുടെ സറൗണ്ടിങ്സ് ഫുള്ള് നമുക്ക് വാച്ച് ചെയ്യാം. അതും നല്ല ക്വാളിറ്റി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, അതും ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് റെസ്റ്റ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, അതും കൊള്ളാം. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. സൺ വൈസർ, അതിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോ ഡിമിങ് മിറർ, മാപ്പ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചാർജിങ് പോർട്സ്, അതിൻ്റെ ആവശ്യമില്ല. വയർലെസ് ചാർജിങ് ഉള്ള ഫോണാണ്, എടുത്തവിടെ ഇട്ടാൽ ഓട്ടോ ചാർജ് ആയിക്കോളും. മിററൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും. ഡ്രൈവർ സൈഡ് വിൻഡോ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും, അതും ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത് ഈ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുണ്ട്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് റിയർ സീറ്റിലെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ പക്ക ഒരു ഹാച്ച് ബാക്കിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ഏരിയ നോക്കിയാലും ഇന്റീരിയർ സ്പേസ് എടുത്താലും ആ ഡോർ പാൻ്റെ ഒക്കെ ഒരു ഡിസൈനും കംപ്ലീറ്റ്ലി നമ്മളൊരു ഗ്ലാൻസയുടെ റിയർ സീറ്റിൽ കയറി ഇരിക്കുന്ന അതേ ഫീലാണ് ലഭിക്കുന്നത്. ഗ്ലാൻസയുടെ റിയർ സീറ്റ് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണ്. കാരണം ഒരു ഹാഷ് ബാക്കിൻ്റെ കംഫർട്ട് ഒരിക്കലും ഒരു SUV പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിരവധി SUVs റിവ്യൂ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമ്മളിവിടെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ ഒന്നാത്തുമ്പോൾ നമ്മുടെ കൈ ചെന്ന് അപ്പുറത്തെ ഡോർ പാഡെ പിടിക്കുക. അത്രത്തോളം ഷോൾഡർ സ്പേസ് കുറവാണ്. പക്ഷേ ഇതിന് നല്ല വിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ഷോൾഡർ സ്പേസിനൊന്നും കുറവ് വരത്തില്ല. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റ്, ചാർജിങ് പോർട്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ റിയർ സീറ്റിൽ ഒരു രക്ഷയില്ല. പിന്നെ ഒരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് പലരുടെയും ഡൗട്ടാണ് ഹെഡ് സ്പേസ് കുറവുണ്ടോയെന്ന്. ഞാൻ 5.6 7 സംതിങ് ഉണ്ട്. എനിക്ക് എന്തായാലും തല കെട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അത് വരാൻ ചാൻസ് കുറവാണ്. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ 6 ഫീറ്റിന് മേളിലുള്ളവർ ഉറപ്പായിട്ടും തല തട്ടും. അത് നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി ഒന്നും പറയാനില്ല. എന്തായാലും സെൻട്രൽ ടണലൊക്കെ തീരെ താഴ്ന്നു തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുമൊക്കെ കൊള്ളാം. പിന്നെ 6 എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി വൈസും വാഹനം മുന്നിൽ തന്നെയാണ്. വേറെ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. എനിക്ക് ആകെ റിയർ സൈഡിലൊരു പോരായ്മ വന്നൊരു ആംറസ്റ്റും കൂടി ആകാമായിരുന്നു എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തികഞ്ഞൊരു വാഹനമാണ് ഏറ്റവും പുതിയ ടൊയോട്ട ടൈസർ. ഇനി നമുക്ക് ഇവൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പം ടൈസറിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ടൈസറിൻ്റെ ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ഗിയർ ബോക്സ് ആണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. കാരണം 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വിത്ത് 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ, 100 PS-ലധികം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ ടോർക്ക് ഒരു ടെർബോ ചാർജ് എഞ്ചിനാണ്. ആ ടെർബോ കിക്കിങ് ചെയ്ത് വരുന്നതും ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടും ഒന്നും ഒരു രക്ഷയില്ല. പാഡ് ഷിഫ്റ്റും ഒക്കെ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. നമ്മളൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് കയറി പോകണമെന്നൊക്കെ വിചാരിച്ചാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഏറ്റവും പുതിയ ടൈസർ. നമ്മൾ സുസുക്കി ഫ്രോൺസിന്റെ ടെർബോ നമ്മൾ ഓടിച്ചതാണ്. അതും നമുക്ക് ഈ ഒരു ഹരം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ മൈലേജ് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്ലാൻസിൽ വരുന്ന അതേ സെയിം എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനാണ്. ടെർബോയിലോട്ട് വരുമ്പോൾ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത് കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷനാണ്. അത് 3 വേരിയൻസിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. ആദ്യത്തെ 2 വേരിയന്റിലും പിന്നെ ഞാൻ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് എപ്പോഴും പറയുന്ന S+ എന്ന വേരിയന്റ്. ഫ്രോൺസിലാണ് ഡെൽറ്റ പ്ലസ്, ഇതിലാകുമ്പോൾ S+. അത്ര ഡിഫറൻസ് ഉള്ളൂ. പ്രൈസ് ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ഒരു 50,000 70,000 വരെയൊക്കെ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് ഓരോ വേരിയന്റ് വൈസ് നമ്മുടെ ടൈസറും ഫ്രോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. പക്ഷേ എന്താണ്, ഒരു ടൊയോട്ട വാഹനം ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ടൊയോട്ടയെ കൊണ്ടുപോയി സർവീസ് ചെയ്യണം, ടൊയോട്ടയുടെ ആ ഒരു ട്രസ്റ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൊയോട്ട ടൈസറിലോട്ട് പോകുന്നതാണ്. അതിൽ ഒരു കുഴപ്പമില്ല. ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിൽ, സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിൽ അടിപൊളി എന്നാണ് പറയേണ്ടത്. ഒന്ന് പെർഫോമൻസ് ആസ്വദിക്കണേ, ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല കീറാം എന്നാണ് പറയേണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവലും ഒക്കെ അങ്ങേയറ്റം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, ഞാൻ ഫുള്ള് അത്യാവശ്യം നല്ല രീതിക്ക് റവ് ചെയ്ത് ഓടിച്ചുകൊണ്ടാണ് 9.6 ഒക്കെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 13.5 ഒക്കെ വരെ റിയൽ ലൈഫിൽ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അത് നിങ്ങൾ ഒരു 1.2 ലിറ്ററിലോട്ട് മാനുവലിലോട്ടൊക്കെ പോകുമ്പോൾ 20 വരെയൊക്കെ മൈലേജ് കിട്ടും.
അതിന്റെ ഓട്ടോമാറ്റിക്കിലോട്ട് പോവുകയാണെങ്കിൽ 5 സ്പീഡ് AMD-ലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുക്ക് മേലെ മൈലേജ് കിട്ടും. അപ്പൊ എല്ലാവർക്കും പറ്റും. ഒരു 10-11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കൂപ്പ SUV എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസും 3-4 ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഒക്കെ ഉള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പൊ ടൊയോട്ട ഷോറൂമിൽ നിന്നും. അതാണ് ടൊയോട്ട ടൈസർ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.